ഐഡിയേഴ്സ്. അപ്പോൾ ഇത് ഓണപരിപാടീൻ്റെ തലേ ദിവസമുള്ള പണികളാണ് കേട്ടോ. ഇത് പൂക്കളം വരയ്ക്കലും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് തന്നെ വരയിലൊന്നും വലിയ കലയില്ലാത്തത് കൊണ്ട് ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. ഇങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാമെന്നല്ലാതെ അതിൽ കൂടുതൽ ഞാൻ എത്തി നോക്കാൻ പോയിട്ടില്ലായിരുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ എന്താണ് പറയുക ഉത്സവ കമ്മിറ്റിയുടെ മെയിൻ ആൾ. സോ ആൾ ഭയങ്കര തിരക്കിലാണ്. കാരണം ഫുൾ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്യണം, അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ തല ഭയങ്കരമായിട്ട് പുകയാണ്. സോ അത് അഞ്ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. ഇവർ രണ്ട് പേരുമാണ് നമ്മൾ ഓൾ ഇൻ ഓൾസ് എന്ന് പറയാം. അപ്പോൾ അവർ കുറേ ഗെയിംസ് കാര്യങ്ങൾ സെറ്റാക്കുന്നത് അതിൻ്റെ ഇതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി അവരെ കുറേ നേരം വെറുപ്പിച്ചൊക്കെ ഇരുന്നു. പിന്നെ രണ്ടുപേര് വെറുതെ ഇവിടെ അന്തം വിട്ട് കുന്തം പോയ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ഹോളിക്കായിട്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു ഡാൻസ് കളിക്കാൻ. സോ അതിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു അവിടെ നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ സാരി ഉടുക്കണം എന്നുള്ള പ്ലാനേ ഇല്ലായിരുന്നു. ഇത്തവണ സാരി വേണ്ട, എല്ലാ വർഷവും സാരിയല്ലേ, ഇത്തവണ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അവസാന നിമിഷം സാരി തന്നെ ഉടുക്കേണ്ടി വന്നു. സോ നമുക്ക് തിരുവാതിരയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞു സാരി ഉടുത്താൽ മതി എന്നൊക്കെ. പിന്നെ ഞാൻ ബ്ലൗസിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. സാരി ഉടുക്കില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് അങ്ങനെ അവസാനം കസവ് കേന്ദ്രയിൽ പോയി തെരഞ്ഞു പിടിക്കലായിരുന്നു നടക്കുന്നത്. കളർ ഇഷ്ടപ്പെടുമ്പോൾ സൈസ് പറ്റില്ല, സൈസ് ഇഷ്ടപ്പെടുമ്പോൾ കളർ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ളത്. അതിന് അവസാനം ഞാൻ ഒരു കളർ ഫിക്സ് ചെയ്തു. ഇതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓൾട്ടർ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല തിരക്കായിരുന്നു, ക്യൂ നിന്നിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. പിന്നത്തേക്ക് അത്രയുള്ള ലവ് യു.